ഇതിന്റെയൊക്കെ ഒരു റേറ്റ് വരുന്നത് ഒരു 40 രൂപ 40 രൂപ റേഞ്ചാണ് വരുന്നത്. റേഞ്ചില് വരുന്നത്. അപ്പോ കട്ടിങ്സ് വെച്ചുണ്ടാക്കണ റോസിന് കുറച്ച് വെറൈറ്റി അതിന്റെ പല വെറൈറ്റികളുണ്ട്. ഇത് എങ്ങനെയാ ഇതിന്റെ ഒരു റേറ്റ്? ഇതിന് 200 രൂപയുള്ള ഒരു ചട്ടിക്ക് 200 രൂപയാണ് പ്രൈസ്. ഈ നമുക്ക് 4 കടയ്ക്ക് വെക്കാം. ഒരു കടയ്ക്ക് 50 രൂപ നമുക്ക്. നമ്മള് അടുത്ത സെക്ഷനിലോട്ടാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൊത്തം ഡ്രമ്മിന്റെ സെറ്റിംഗ്സ് ആണ് ചേട്ടനാണ് ചെയ്തേക്കണം അല്ലെ? ഇവിടെ ഇപ്പോ നമ്മള് എല്ലാ പ്ലാന്റുകളും വെച്ചിട്ടുണ്ട് ഡ്രമ്മിലാണെങ്കിൽ. ആ ഡ്രമ്മിൽ ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാതരം ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇപ്പോ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ? മാങ്ങയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഒരു 2 വർഷം കൊണ്ടൊക്കെ നന്നായിട്ട് കായ്ക്കും. എല്ലാവർക്കും കൃഷിഭൂമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുളിക്കൻസ് ഗാർഡൻ ജോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സറിയിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശക്തനോട് അടുത്തായിട്ടാണ് ഈ ഒരു നഴ്സറി ആണെങ്കിൽ വരുന്നത്. മുണ്ടുപാലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമുക്കാണെങ്കിൽ ഈ ഒരു നഴ്സറി വരുന്നത്. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു നഴ്സറിയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കൃഷിഭൂമിക്ക് അത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടാണെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്ലവർ പ്ലാന്റ്സും തുടങ്ങിയ എല്ലാ പ്ലാന്റുകളും നമുക്കാണെങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തേക്ക് ആദ്യം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടാണെങ്കിൽ പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു നഴ്സറിയിലോട്ടാണെങ്കിൽ പോവാം. അപ്പോൾ ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ചേട്ടനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ചേട്ടൻ്റെ പേര് പറയുന്നത് സാബു പുളിക്കൻ. സാബു പുളിക്കൻ. ഈ പുളിക്കൻ എന്ന് പറയുന്നത് വീട്ടും പേരാണ്. നമ്മുടെ നഴ്സറിയുടെ പേര്. അപ്പൊ നമ്മളെ ഈ നഴ്സറി എവിടെയാന്നുള്ളതൊന്ന് പറഞ്ഞോ? ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുരിയച്ചിരുന്ന് തൃശ്ശൂർക്ക് മറ്റേ ശക്തിശാനിലേക്ക് വരുമ്പോ ഫാദർ വടക്കൻ റോഡ് എന്ന് പറയും. വടക്കൻ റോഡ് അല്ലെ? മുണ്ടുപാലത്തുനിന്ന് തിരിഞ്ഞ് ഫാദർ വടക്കൻ റോഡ്. വടക്കൻ റോഡ് അല്ലേ? ഇവിടെ എത്ര നാളുകളായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു നഴ്സറിക്കാണ്? നമ്മൾ 20 വർഷമായി വഴിയില്. 20 വർഷമായിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് പോകണം അല്ലെ? അടിപൊളിയായിട്ട് പോകണം. ഇപ്പൊ നമ്മുടെ നഴ്സറി തുടങ്ങിയിട്ട് 41 കൊല്ലായി. കുറച്ചു കാലം പുറത്ത് വേറെ സ്ഥലങ്ങളിലായിരുന്നു. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എന്താ ചേട്ടൻ ഫോക്കസ് ചെയ്യണത്? മെയിൻ ആയിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റുകള്, പിന്നെ ഔട്ട്ഡോർ പ്ലാന്റുകള്, ഇപ്പൊ ബോഗൻവില്ല, ഞങ്ങളെ എല്ലാ ചെടികളും, ഫ്രൂട്ട് പ്ലാന്റ്സും, ഫ്രൂട്ട്സ് എല്ലാ ചെടികളും ഉണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഡ്രമ്മിൽ വെച്ച് നല്ല വലുതാക്കിയിട്ട് നമ്മളൊരു 5 അടി 10 അടി ഒക്കെ ഉയരത്തിലാക്കിയിട്ട് കായ്ച്ചിട്ട് കൊടുക്കും. അപ്പൊ ആളുകൾക്ക് ഒരു അട്രാക്ഷൻ അത്. പിന്നെ അതിന്റെ ചെറിയ തൈക്കളുണ്ട്. ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ടിട്ട് നടാം. പിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടിട്ട് വെച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് അവിടെ തന്നെ സ്ഥലമൊക്കെ നോക്കി അവിടെ എന്തൊക്കെ വെക്കാന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ വളങ്ങളും കാര്യങ്ങളും മെയിൻ്റെനൻസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ പ്ലാന്റുകളിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ആദ്യം തന്നെ റോസിന്റെ ചെടിയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് റോസിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ ചേട്ടാ? അപ്പൊ ഈ റോസ് ഇപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഇരിക്കുന്നത് കാണാനുണ്ട് അല്ലെ? ഇത് എന്തെങ്കിലും പ്രത്യേകതയാണ്? ഇത് നാടൻ റോസ്. നമ്മൾ കട്ടിങ്സ് വെച്ചുണ്ടാക്കണ്ട. കട്ടിങ്സ് വെച്ചുണ്ടാക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി. ഇത് പുറത്ത് സാധാരണ നഴ്സറികളിൽ ബഡ് ചെയ്ത റോസ് കിട്ടും, ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന റോസ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ്സ് വെച്ചുണ്ടാക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റുകൾ കുറയും. സാധാരണ വീട്ടമ്മമാർക്കൊക്കെ സിമ്പിളായിട്ട് നോക്കി വളർത്തി വലുതാക്കി ഒരു 100 പൂവ് വരെ ഓരോ സമയത്ത് ഉണ്ടായി നിൽക്കും. അതിന്റെ പ്രത്യേകത ബഞ്ചായിട്ട് ഉണ്ടാവും പൂവ് ബൊക്കെ പോലെ. ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഒരു 40 രൂപ 40 രൂപ റേഞ്ചാണ് അങ്ങനത്തെ റേഞ്ചില് വരുന്നത്. അപ്പൊ കട്ടിങ്സ് വെച്ചുണ്ടാക്കണ റോസിന് കുറച്ച് വെറൈറ്റി, അതിന്റെ പല വെറൈറ്റികളുണ്ട്. ചോപ്പ് ഉണ്ട്, അതിന്റെ മറ്റുള്ള പിങ്ക് ഉണ്ട്, അങ്ങനെ 2-3 കളറുകളുണ്ട് അതിന്റെ. ഇതിലൊക്കെ ആണെങ്കിൽ ചോപ്പ്, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളറുകളുണ്ട്. പിന്നെ ഇവിടെ വലുതുണ്ട്. വലുതിനൊക്കെ ആണെങ്കിൽ വലുതിനൊക്കെ 150 രൂപ. 150 രൂപ. ഇതും ഈ പറഞ്ഞ ടൈപ്പാണോ? ഇത് റെഡ് പിനാക്കാന്ന് പറയും. ഇതും കണ്ടമാനം പൂവൊക്കെ ഉണ്ട്, നിറച്ച് മുട്ടുകളൊക്കെ ഉണ്ടായിട്ട് നല്ലോണം പൂ ഉണ്ടാവുന്ന വെറൈറ്റി ആയിട്ടാണല്ലേ? 150 രൂപ. അപ്പോ റോസിന്റെ പ്രൈസ് റേഞ്ച് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതും കട്ടിങ്സ് ആയിട്ടുണ്ടാക്കും. കട്ടിങ്സ് വെച്ചുണ്ടാക്കുന്നത് കൂടുതലും. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഒരു സെക്ഷനിലോട്ട് വന്നിട്ട് ഇവിടെ നമ്പ്യാർ വട്ടം, പിന്നെ അത് നമുക്ക് യൂജീനിയ വെരിഗേറ്റഡ്, പിന്നെ ഇപ്പഴത്തേക്ക് ബോളറേലിയൊക്കെ ആണെങ്കിൽ ലോറപെട്ര, മറ്റേ എക്സിക്കോളിമ, ഇതൊക്കെ ഒരു 150 രൂപ റേഞ്ച് വരുന്നത്. 150 രൂപ റേഞ്ചിലാണ് ഈ ഒരു 150 രൂപ റേഞ്ചില് 8 ഇഞ്ച് ചട്ടിയിൽ നല്ല വലിയ ചെടികളാണ്. വീട്ടിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ നാശമായി പോവില്ല. നല്ല വലുപ്പമായിട്ടുള്ള ചെടികളാണ്. അപ്പൊ ഈ ഒരു പറഞ്ഞ പ്രൈസ് റേഞ്ച് ഒക്കെയാണ് കേട്ടോ ഇതിനാണെങ്കിൽ വരുന്നുള്ളൂ. ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെടികളാണ് ഇവിടെ ആണെങ്കിൽ ഇരിക്കുന്നത്. അപ്പൊ ഒരു 150 രൂപ, ഒരു 200ന്റെ ഉള്ളിലാണ് റേഞ്ചിൽ നമുക്ക് ഒരു വലുപ്പമുള്ള ചെടികൾ. അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വില കുറവുണ്ട്, പക്ഷെ ഇത് വാങ്ങിക്കുന്ന ആളുകൾക്ക് നല്ല, പിന്നെ പോവില്ല. ചെറുത് വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോ അങ്ങനത്തെ കംപ്ലൈന്റുകൾ വരില്ല.
അപ്പൊ നമ്മളൊരു ചെടിയാണെങ്കിലേ പുറത്തോട്ടാണെങ്കിലും എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ചേട്ടൻ പറഞ്ഞ വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ടാക്കണത് ഞങ്ങൾ ഉണ്ടാക്കണ ചെടിയാ. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് പറയാം ഇതിന്റെ ഒരു. ഇത് വിക്ടോറിയ ഡ്രസ്സിനാന്ന് പറയും. നല്ല വെയിലത്ത് വെക്കാവുന്ന ചെടിയാണ്. ഇങ്ങനെ തൂങ്ങിയെടുക്കുമ്പോ പണ്ടത്തെ ചെടിയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇവിടെ തന്നെയാണ് പ്രൊഡക്ഷൻ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇതിന്റെ മദർ പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എങ്ങനെ റേഞ്ച് വരാം നമുക്കാണെങ്കിൽ? ഇതിനൊക്കെ ഒരു ഇത്ര ചെടിക്ക് ഒരു 350 10 ചട്ടിയില് വലിയ ചെടി. ഇനി വീട്ടിൽ കൊണ്ടുകഴിഞ്ഞാൽ ആർക്കും ചട്ടി മാറ്റേണ്ട ആവശ്യമില്ല. ഈ ചട്ടിയിൽ തന്നെ വെച്ചാൽ മതി, വലിയ ചട്ടിയിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. വലുതായിക്കോളൂ. ഞങ്ങളുടെ ചെടികളൊക്കെ പോട്ടി മിക്സിട്ട് നിറച്ചിരിക്കുന്നത്, വെറുതെ മണ്ണിരിക്കല്ല. ആ പോട്ടി മണ്ണ്, മണൽ, ചാണപ്പൊടി, ചകിരിച്ചോറൊക്കെ കൂടിയിട്ടുള്ള മിക്സറാണ് അതിൽ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചെടിക്ക് കൂടുതൽ ലൈഫ് കിട്ടും. അപ്പൊ മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ജൈവമായിട്ടുള്ള രീതിയാണ്. ആട്ടുംകാട്ടം, ചാണപ്പൊടിയും, ചകിരിച്ചോറൊക്കെ ഇട്ട് നിറച്ച് അങ്ങനെ സെറ്റാക്കിയിട്ടുള്ള. അതുകൊണ്ട് ചെടി മറ്റുള്ള സാധാരണ ചെടികളുടെ പോലെ 2 ദിവസം വളർന്നാകുമ്പോഴേക്കും കേടാവുക അങ്ങനെ വരില്ല. ഫാക്ടം പോസിറ്റ് കയറ്റുന്നതല്ല ചെടി. ചാണപ്പൊടിക്ക് ഇട്ട് നമ്മൾ ഉണ്ടാക്കും. നാടൻ വളങ്ങളിട്ട് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റിയുടെ കമ്പോസ്റ്റ് വളര്, നമ്മുടെ ഈ കോർപ്പറേഷന്റെ, അത് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു റേഞ്ച് വരണുള്ളൂ. ഒരു 350 റുപ്പീസൊക്കെയാണ് വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് പ്രോട്ടീൻ മിക്സ് നന്നായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ ചെടികൾക്കാണെങ്കിൽ വലിയൊരു ഡാമേജ് വരാനുള്ള ചാൻസ് ഇല്ല അല്ലെ. ആ ചെടികൾ ഇപ്പൊ 2 ദിവസം കുറച്ച് ദിവസം നമ്മൾ ശ്രദ്ധ കുറഞ്ഞു വെച്ചിട്ട് ചെടി കേടായി പോവില്ല. ആണ് നമ്മള് മൊത്തം എല്ലാ ചെടികളും പോട്ടി മിക്സറിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അടുത്തൊരു ചെടിയാണെങ്കിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ചേട്ടാ ഇതിന്റെ ഇതൊന്നും നോക്കാം നമുക്ക്, ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ. ഇതിന്റെ പേര് സെനഡു എന്നാണ്. സെനഡു എന്ന് പറഞ്ഞാൽ ജപ്പാൻകാരുടെ ദൈവത്തിന്റെ പേരാണ്. ഇത് വളരെ നല്ല ഇൻഡോർ പ്ലാന്റാ, വീടിനകത്ത് വെക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ്. ഷെയ്ഡില് നന്നായിട്ട് ഇരിക്കുന്ന ചെടിയാ. കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആണെങ്കിൽ നല്ലൊരു ചെടിയാ. ഇതിന് 200 രൂപ വിലയുള്ളൂ. 200 രൂപ വിലയുള്ളൂ ഈ ചട്ടിയിലടക്കം. സാധാരണ നഴ്സറികളിലൊക്കെ ഇതിന് വില കൂടുതലുണ്ട്. ഇത് ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൽ നിറച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ഈ ചേട്ടൻ പറഞ്ഞ ഇതിലിപ്പോ നമ്മള് മണ്ണ്, മണല്, ചാണപ്പൊടി, ചകിരിച്ചോറ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിറച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നഴ്സറിയിലൊരു ഇപ്പൊ മണ്ണും മറ്റേ മണ്ണ് മാത്രമേ കിട്ടാനുള്ളൂ. ബാക്കി ചാണപ്പൊടിയും ചകിരിച്ചോറൊക്കെ വില കൂടിയതുകൊണ്ട് ആരും ഇപ്പൊ അതൊന്നും മിക്സ് ചെയ്യുന്നില്ല. മണ്ണിട്ടിട്ട് നിറയ്ക്കുക, അത് കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ച് കോംപ്ലക്സ് വളട, അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പൊ എല്ലാ നഴ്സറിക്കാരും പൊതുവെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളിവിടെ കംപ്ലീറ്റ് എല്ലാ ചെടികളും പോട്ടി മിക്സറിലാണ് നിറയ്ക്കുന്നത്. തന്നെയല്ല, ഞങ്ങൾ ഈ പോട്ടി മിക്സറോട് വിൽക്കുന്നുണ്ട്. മണ്ണ്, മണല്, ചാണപ്പൊടി, ചകിരിച്ചോറ കൂടിയിട്ടുള്ള മിക്സർ നമ്മള് ഇവിടെ ചാക്കിന് 150 രൂപയായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ചെടി വെക്കാനായിട്ട് കൂടുതലും മണ്ണ് കിട്ടാണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ ഇത് ചാക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി ഡയറക്റ്റ് ചട്ടിയിൽ നിറയ്ക്കും. അപ്പൊ ഇതില് ഭയങ്കര ആളുകൾക്കാണെങ്കിലേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിലപ്പോ ഒരു വിശ്വാസക്കുറവുണ്ടാവും. അപ്പൊ ഇവിടെ കിടക്കണത് നമുക്ക് നോക്കാം. അത് പിന്നീട് ഇവിടെ മല പോലെ കൂട്ടിയിട്ട് വേണം മണ്ണ് അടിച്ചിട്ട് ഈ മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യാൻ തന്നെ നമുക്ക് 2000 3000 രൂപ ചെലവുണ്ട് ഒരു പ്രാവശ്യം. ഈ മറ്റേ ഹിന്ദിക്കാർക്ക് മിക്സ് ചെയ്യാനുള്ള കൂലിയുടെ പൈസ തന്നെ. അപ്പൊ ഇതിന്റെ ഒരു മിക്സ് തന്നെ വരുമ്പോ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ട് അല്ലേ. എന്നാലും നമ്മളൊരു 200 റുപ്പീസിനൊക്കെ 200 രൂപയ്ക്ക് അത് വളരെ മറ്റുള്ള നഴ്സറികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് വിലയുള്ള ചെടിയാ, അത് പുറത്തുനിന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് അടുത്തതിലേക്ക് പോവാ അല്ലെ. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ചെടിയാ. ലിപ്സ്റ്റിക് അല്ലെ. ഇത് ഉണ്ടാക്കാൻ പ്രൊഡക്ഷൻ വളരെ ഈസി അതിന്റെ. കാരണം വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ നമ്മള് നല്ല ബഞ്ചായിട്ടുള്ള 5 ചെടി 4 ചെടിക്കുള്ള ബഞ്ചായിട്ടുള്ള ചെടികള് ഇൻഡോറിൽ വെക്കാവുന്ന രീതിയിലുള്ള ചെടിയായിട്ട് കൊടുക്കണം. സിംഗിൾ ചെടികളെ ഇതൊക്കെ എങ്ങനെയാ വരുന്നത് നമുക്ക് ഈ ലിപ്സ്റ്റിക്കിന്റെ? ഇതിന് 200 രൂപ തന്നെയുള്ള ബഞ്ചായിട്ടുള്ള ചെടി കിട്ടാം. ഇതിന്റെ സിംഗിൾ ചെടി കൊടുക്കുന്നത് 80 രൂപയ്ക്കാ ഒരു ചെടി മാത്രമായിട്ട്. അപ്പൊ ഇങ്ങനെ ബുഷായിട്ടുള്ള അങ്ങനെ തന്നെ കൊണ്ട് നമുക്ക് അകത്ത് വയ്ക്കാം. അപ്പൊ ഈ ഒരു റേഞ്ചാണ് വരുന്നുള്ളൂ, ഒരു 200. പിന്നെ നമ്മളതൊരു പാക്കറ്റിലോട്ട് പോകുമ്പോ ഒരു 80 രൂപ ചെറിയ ചെടിക്ക് റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ നമ്മളതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ അകത്താണെന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ മിക്സ് ആണ് എല്ലാം നമ്മള് പ്രോട്ടീൻ മിക്സ് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന ചെടികൾ അല്ലെ. അപ്പൊ ഇതൊന്ന് നോക്കാം നമുക്ക്. ഇത് ഹെലിക്കോണിയാന്ന് പറയും. ഇത് നമുക്ക് ഗാർഡന് ബോർഡർ ആയിട്ട് വെക്കാനായിട്ട് ബോർഡർ പ്ലാന്റ് ആണ് ശരിക്കും. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ 3-4 ചെടിയാക്കി വെക്കാം. ഒരുപാട് കടകളുണ്ടായില്ലേ. അപ്പൊ ഇതാക്കി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ അതിന്റെ കിഴങ്ങുമെന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഇങ്ങനെ ഇതിന്റെ ഒരു നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് കടകളാണെങ്കിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു പ്ലാന്റ് മേടിക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ഒരു 4-5 എണ്ണൊക്കെ ആക്കി വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ബോർഡറിൽ നിർത്തി വെച്ച് കഴിഞ്ഞാൽ
നല്ല പച്ചപ്പായിട്ട് നിൽക്കും. ഇത് എങ്ങനെയാ ഇതിന്റെ ഒരു റേറ്റ്? ഇതിന് 200 രൂപയുള്ള ഒരു ചട്ടിക്ക് 200 രൂപയാണ് പ്രൈസ്. ഈ നമുക്ക് 4 കടയ്ക്ക് വെക്കാം, ഒരു കടയ്ക്ക് 50 രൂപ നമുക്ക് വരും. അടുത്തത് അവിടെ ഇടിക്കുന്ന അത് ബെല്ലപ്രോൺ എന്ന് പറഞ്ഞു. ബെല്ലപ്രോൺ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതും ഇതുപോലെ ബോർഡർ വയ്ക്കുന്നത് തന്നെയാ. ബോർഡർ വയ്ക്കുന്നത് അതിലും ഇത് തന്നെയാ വരുന്നത്. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതുമായി കുറെ അതും തിരിച്ചു വെക്കാം, തിരിച്ചു വെക്കാം. ഓക്കെ, നമ്മളിവിടെ വെക്കാവുന്ന ഒരു ചെടിയാ. അതിന്റെ കടകൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വരുന്നത് അല്ലേ? കടകളുണ്ട്. ഇതിന്റെയും എങ്ങനെ റേഞ്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ 150 രൂപ 150 രൂപ ആ ഒരു ലെവല് വരുന്നുള്ളൂ. ആ ഒരു റേഞ്ചിൽ തന്നെയാ വരുന്നുള്ളൂ. വേറൊരു ചെടിയാണെങ്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ചെടീനെ കുറച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് പീസ് ലില്ലി എന്ന് പറയും. പീസ് ലില്ലി അല്ലേ? പീസ് ലില്ലി മറ്റേ വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നതാ. ഫ്ലവറുള്ള ചെടികളൊക്കെ ഞങ്ങൾ തെരഞ്ഞ് ഒരു വർക്കിന് വേണ്ടി കൊണ്ടുപോയി. ഇപ്പൊ നിലവിൽ ഇതില് ഫ്ലവർ കാണുന്നില്ല. ഇത് എങ്ങനെയാണ്? ഇതില് നമുക്ക് എല്ലാ സീസണിലും ഉണ്ടാവും ഇതിനകത്ത്? ഇത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇള നിറഞ്ഞ് നമുക്ക് ഇളപ്പെട്ടി നിറയും. നല്ല ചെടിയാ, ഒരു സമാധാനമുള്ള ചെടിയാകൊണ്ട് അതിന്റെ പീസ് ലില്ലി എന്ന് പറയുന്നത്. പേര് തന്നെ അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൂവും ആന്തൂരത്തിന്റെ പൂ പോലത്തെ വെള്ള ചെറിയ പൂവ്, പിന്നെ ബോർഡർ വെക്കാനായിട്ടാണെങ്കിലും മറ്റുള്ള ഇതിലേക്കാണെങ്കിൽ കൊടുക്കാൻ പറ്റും. ലോണ്ട അതിർത്തി തിരിക്കാനൊക്കെ നല്ലതാണ്. ഇപ്പൊ ഇതില് നമുക്ക് എങ്ങനെയാ ഇതിന്റെ ഒക്കെ ഒരു റേഞ്ച് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ വരുന്നത്? ഈ ഒരു പ്ലാന്റിന്റെ ഒക്കെ ഇതിന് 150 രൂപ 150 രൂപ ഒരു പ്രൈസ് അല്ലേ? അപ്പൊ ഓൾമോസ്റ്റ് ചെടികൾ നോക്കുമ്പോഴും ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ 8 ഇഞ്ച് ചട്ടിയിലുള്ള ചെടികൾ ഒരു ഇതൊക്കെ ഒരു 150 റേഞ്ചിൽ റേഞ്ചിലാണ് വരുന്നത്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ചെടികളാണ്, നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കും. സാധാരണ റീറ്റെയിൽ നഴ്സറികളിലൊക്കെ 200, 250, 300 വരെയൊക്കെ വിലയുണ്ട്. നമ്മളൊരു ഞാനിവിടെ നോക്കുമ്പോഴാണെങ്കിൽ അഗ്ലോണിമയുടെ ആണെങ്കിൽ വെറൈറ്റികളാണ് അല്ലെ? പല വെറൈറ്റികളാണെങ്കിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് അപ്പം പറഞ്ഞു നമുക്കൊരു പാക്കറ്റ്, അതായത് പാക്കറ്റിലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ 80 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഒരു 1000 വരെയുള്ള റേഞ്ചുള്ള ചെടികളാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ? അതിപ്പോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി ചട്ടിയിലാണ് ഇരിക്കുന്നത്. കൊണ്ടുപോയി അങ്ങനെ തന്നെ അല്ലെ? ഒരു 1000 റേഞ്ച് ഒക്കെ മുടക്കാൻ വലിപ്പമുള്ള ചെടിയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും അല്ലെ? അന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റൂടാ. നമുക്കാണെങ്കിൽ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇവിടെ ആണെങ്കിൽ ഇരിക്കുന്നത് അല്ലെ? നിറഞ്ഞ ചെടികളാണ്. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോഴാണെങ്കിൽ യുജീനിയയുടെ സെക്ഷൻ അല്ലെ? ഇവിടെ ഒരുപാടാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത്. നമുക്കിപ്പോ ഇത് ചട്ടിയിലുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ എന്റെ മുന്നിലോട്ടാണെങ്കിൽ കാണുന്നത്. നമ്മളിത് പാക്കറ്റ് ആയിട്ടാണെങ്കിൽ ഇവിടെ അവൈലബിൾ ആണോ നിലവിൽ? പാക്കറ്റ് ഉണ്ട്. പാക്കറ്റ് ഒരു 50 രൂപ മുതൽ 80 രൂപ വരെ വിലക്ക് പോണത്. ഈ ഇങ്ങനത്തെ ടൈപ്പ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വലിയ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 150 രൂപ. 150 ചട്ടിയിലുള്ള ടൈപ്പ് ചെടി ഇങ്ങനെ കൊണ്ടുവച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ വളങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 40 മിനിറ്റ് നിറയ്ക്കും തന്നെയല്ല എല്ലാം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്. 150 രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത്. നമ്മള് അടുത്ത സെക്ഷനിലോട്ടാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൊത്തം ഡ്രമ്മിന്റെ സെറ്റിംഗ്സ് ആണ് ചേർന്നാണ് ചെയ്തേക്കുന്നത് അല്ലെ? ഇവിടെ ഇപ്പോ നമ്മള് എല്ലാ പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്. ഡ്രമ്മിലാണെങ്കിൽ ആ ഡ്രമ്മിൽ ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്, എല്ലാതരം ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇപ്പോ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ? മാങ്ങയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഒരു 2 വർഷം കൊണ്ടൊക്കെ നന്നായിട്ട് കായ്ക്കും. ഇതിപ്പോ തായ്ലൻഡ് വെറൈറ്റി ആണെന്ന് തോന്നുന്നു അല്ലെ? തായ്ലൻഡ് വെറൈറ്റി ഒരു കൊല്ലത്തിൽ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം കായ്ക്കും. അടിപൊളിയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങ, നല്ല അത്യാവശ്യം പുളിയുണ്ട്. നല്ല നന്നായിട്ട് മാങ്ങ ഉണ്ടാവും. ഇപ്പൊ ഇത്ര മാകുമ്പോ ഒരു 20 മാങ്ങ ഓരോ സമയത്ത് ഉണ്ടായി. പിന്നെ ഇതിനകത്ത് ഇതൊക്കെയാണെങ്കിൽ സപ്പോർട്ടൊക്കെ ആണെങ്കിൽ ഉണ്ടായി സപ്പോർട്ട കായ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബറാബ കായ ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റേ മിറാക്കിൾ ഫ്രൂട്ട്. ബറാബ ആണെങ്കിൽ ഇവിടെ നമ്മള് ബറാബ അവിടെ ഒന്നുകൂടി നല്ല ഇതിനകത്തും ഉണ്ടായിട്ടുണ്ടല്ലേ? ഇവിടേക്ക് കായ ഉണ്ടായിട്ടുണ്ട്. ഇവിടേക്ക് പോയി നോക്കി കഴിഞ്ഞാ ഇവിടേക്ക് ആണെങ്കിൽ ഉണ്ട് അല്ലെ? ഞാവല് കാച്ചുണ്ട്, പീനട്ട് ബട്ടർ കാച്ചുണ്ട് അല്ലെ? എല്ലാം നന്നായിട്ട് കാക്കുന്നത്. മൂവാണ്ടൻ മാവ് വലിയ അതിന്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്. മൂവാണ്ടനാണല്ലേ? മൂവാണ്ടൻ കാച്ചുണ്ട്. അപ്പൊ ഈ ഒരു ഡ്രമ്മിന്റെ എങ്ങനെയാണ് പരിപാടി? എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി? ഡ്രമ്മില് വെക്കുന്ന ചെടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെടിക്ക് ഏതാണ്ട് ഒരു 6 ചാക്ക് പോട്ടി മിക്സർ വരും നിറയ്ക്കാനായിട്ട്. പിന്നെ ഡ്രം വാങ്ങിക്കണം, ചെടി വെക്കണം. ഞങ്ങളൊരു 2 വർഷം തൊട്ട് 3 വർഷമായിട്ട് ചെടിക്ക് 3000 രൂപ ചാർജ് ചെയ്യുന്നത്. നമ്മളിപ്പോ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുകൊടുക്കും. ഈ തൃശ്ശൂരൊക്കെ ടൗണിലൊക്കെ നമ്മൾ അവിടെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി കൊടുക്കും. അവർക്ക് അവിടെ വെക്കുന്ന അവിടെ വെച്ച് സെറ്റാക്കി കൊടുക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് ആണ് വരുന്നത് ഒരു സാധാരണ ചെടികള്. പിന്നെ ചെറി കാച്ചു നിൽക്കണ ഇതിന്റെ മേലാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റൂടാ.
നിറയെ കായായിരുന്നു. ഇപ്പൊ ഒത്തിരി ചൂട് കൂടിയില്ലേ. ഇപ്പൊ കൂടുതലും ഈ സ്ഥലപരിമിതിയൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഈ ഡ്രമ്മിലോട്ടാണ് ചിലൊരു 20 ഡ്രം ഒക്കെ ടെറസിന്റെ മുകളിൽ വെക്കിട്ട്. ടെറസിന്റെ മേലെ 20 ഡ്രം വരെയൊക്കെ ടെറസിന്റെ മുകളിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബറാബയുടെ ചെടിയാണെങ്കിൽ അല്ലെ, ഇപ്പൊ ബറാബി ആണെങ്കിൽ ആയി നിൽക്കുന്നത് അല്ലെ, അടിപൊളിയായിട്ടാണെന്നുണ്ടെങ്കിൽ അതും ഉണ്ടായിട്ടുണ്ട് അല്ലെ. ബറാബ നിറച്ചുണ്ടാവും. ഇതൊന്നല്ല, ഇതിപ്പോ അവിടെ നിന്ന് മാറ്റി വെച്ചപ്പോ കുറെ ഷെയ്ക്കായി പോയി. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രൂട്ട് വരുന്നത് അല്ലെ. മാറ്റി വെച്ചപ്പോഴേ കുറച്ച് ഷെയ്ക്ക് ചെയ്ത് പോയി. നമുക്കിതൊന്ന് നോക്കാം അല്ലെ. നല്ല ടേസ്റ്റ് ഉള്ള സാധനം, പ്രത്യേക ടേസ്റ്റാ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഒരു ഫ്ലഷ് ഒക്കെ ആണെങ്കിൽ ഉണ്ട് അല്ലെ. പുളി അതിന്റെ തൊലി കളയാ, തൊലി കഴിക്കണില്ലേ, ഇതിനുള്ളിൽ ഒരു ഫ്ലഷും ഇതൊക്കെയാണ് വരുന്നത്. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. കുറച്ചൊരു പുളിയും മധുരം കൂടി രണ്ടും കൂടി ഒരു മിക്സ്. ഇതും കഴിച്ചോട്ടാ. ഇത് വെള്ള കളർ ഞാവല, ഇത് ആന്ധ്രന്ന് പറഞ്ഞ എല്ലാം കാഴ്ചിട്ടുള്ള ചെടികളാണ് ഓൾമോസ്റ്റ് ഉള്ളത്. ഇത് മൂട്ടിപ്പഴം എന്ന് പറയും. മൂട്ടിപ്പഴം വളരെ റെയറാ. തടിമീൻ അതിന്റെ കായന്റെ നമ്മളിവിടേക്ക് വരുമ്പോഴാണെങ്കിൽ ചക്കയൊക്കെ ആണെങ്കിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഡ്രമ്മിനകത്താണെങ്കിൽ ഡ്രമ്മിനകത്ത് വെച്ചിട്ടാണെങ്കിൽ ചക്കയൊക്കെ ആണെങ്കിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ടാണെന്നുണ്ടെങ്കിൽ സംഭവം ഇവിടെ ആണെങ്കിലും ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇപ്പുറത്തേലൊക്കെ ആണെങ്കിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ചാമ്പ അല്ലെ, ഇത് എന്ത് ചാമ്പ നമുക്ക് ഇത് വരുന്നത്? അത് തായ്ലൻഡ് റെഡ്. ചാമ്പിയാണ് നല്ല വെള്ള നിറത്തിൽ ബെല്ല് പോലെ ഷേപ്പ്, നല്ല വലുപ്പത്തിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ വിയറ്റ്നാം വേണ്ടി എന്ന് പറഞ്ഞ പ്ലാവ്. ഇത് ആദ്യത്തെ ഒറ്റ വർഷം കൊണ്ട് തന്നെ കായ്ക്കും. 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നൊക്കെ ഉപയോഗിക്കാൻ കിട്ടും. 3 വർഷമായി നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ബോഗൻവില്ലയുടെ കളക്ഷൻസ് നിറയെ കിട്ടും. ബോഗൻവില്ലക്ക് എങ്ങനെയാ നമുക്ക് വരണത്? ബോഗൻവില്ല നമുക്ക് ഒരുവിധം വലിയ ചട്ടിയില് 150 രൂപ പ്രൈസ് ആണ് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ ചട്ടിയിലത്തെ 350 രൂപ. അതാകുമ്പോ വീട്ടിൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ മതി. ഒക്കെ കഴിഞ്ഞ വർഷത്തെ തൈകളാ. കഴിഞ്ഞ വർഷത്തെ തൈ നമ്മൾ കൂടുതൽ ഈ വർഷം വെക്കാം. ഈ വർഷത്തെ തൈ അടുത്ത വർഷം വെക്കാം. കുറച്ചും കൂടി ഹെൽത്ത് ഉണ്ടാവും. അപ്പൊ ചെടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതപ്പെടുന്നു. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് പുളിക്കൻസ് ഗാർഡനിലാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞു തന്നത് നമ്മളെ സാബു ചേട്ടനാണ് നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തന്നത്. അപ്പോ സാബു പുളിക്കൻ അല്ലെ, അങ്ങനെയാണ് ചേട്ടന്റെ നെയിം ആണെങ്കിൽ വരുന്നത്. അപ്പൊ ചേട്ടന്റെ സ്ഥലമൊക്കെ ആണെങ്കിൽ മെയിൻ വരുന്നത് കുരിച്ചിറ മുണ്ടുപാലാണ് അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം ഇൻഫോർമേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്താണെങ്കിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളും ഒരു പ്രൈസ് ഒക്കെ ആണെങ്കിലും കുറവായിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആണെങ്കിലും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ശക്തശാലിന്ന് 300 മീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ചെടികളുടെ അകത്ത് നടക്കുന്നതൊക്കെ ആണെങ്കിൽ ഈ പ്രോട്ടീൻ മിക്സ് ആണ് അല്ലെ. അത് മെയിൻ ആയിട്ട് ഞങ്ങൾ അത് മാത്രം ചെയ്യണത്. അപ്പോൾ ചെടിക്കാനുള്ള ഹെൽത്ത് ഉണ്ടാവും. തന്നെയല്ല കൊണ്ടുപോയാലും പെട്ടെന്ന് വീട്ടുകാർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. കുറച്ച് എക്സ്പെൻസ് ആയിട്ടുള്ള രീതിയാണെങ്കിലും ഞങ്ങള് ഗാർഡൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗാർഡൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ലോണിന്റെ വർക്ക്, പാവിങ് എല്ലാം നമ്മൾ ചെയ്യും. നമ്മള് പോട്ടി മിക്സിലൂടെ വിൽക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങിക്കാൻ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ മണ്ണില്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ. മണ്ണിൽ ചാണപ്പൊടി ഒക്കെ ചേർത്തിട്ടുള്ള മിക്സർ, ഈ ചകിരിച്ചോറടക്കം ചേർത്തിട്ടുള്ള മിക്സർ, അതിന് ചാക്കിന് നമ്മൾ 150 20 കിലോ ഉണ്ടായിരിക്കാം. അതിനകത്ത് നമുക്ക് ഈ സംഭവം കൊണ്ടുപോകാം. ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിൽ ചെടി നിറയ്ക്കാനും ചെടി നിറയ്ക്കാനൊക്കെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. ഇവിടേക്ക് ആളുകൾ മേടിക്കുന്നുണ്ട്. ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. മാക്സിമം ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. നമ്മുടെ വീഡിയോകൾ കാണുന്ന ആളുകൾക്കാണെങ്കിൽ യൂസ്ഫുൾ ആണ്. അപ്പോൾ ചേട്ടന്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്താണെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഇൻഫോർമേഷൻസ് ആണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കൃഷിഭൂമി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വയ്ക്കുക. ഇതുപോലത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട അടിപൊളി വീഡിയോസാണ് നിങ്ങൾക്ക് മുന്നിലേക്കാണെങ്കിൽ എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.